അതായത് പ്രായത്തെ മറികടന്ന് മോഹിനിയാട്ടത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ പോവുകയാണ് കോഴിക്കോട് മുക്കത്തെ ഒരു പെൺസംഘം. റിട്ടയർഡ് അധ്യാപികമാർ മുതൽ PG വിദ്യാർത്ഥി വരെയുള്ള 12 പേരാണ് ആഗ്രഹ സാക്ഷാത്കാരത്തിന് അരങ്ങിലെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫെബ്രുവരി 2-ന് ഗുരുവായൂർ മേപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് അരങ്ങേറ്റം നടക്കുന്നത്. പ്രായം കേവലം നമ്പർ മാത്രമാണ്. നൃത്തം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ പ്രായം ഒരു തടസ്സമേ അല്ലെന്നാണ് റിട്ടയർഡ് അധ്യാപികമാരായ അരുണ അനിൽകുമാറും ശോഭന നാരായണനും പറയുന്നത്. മൂന്ന് വർഷം മുമ്പാണ് നൃത്ത അധ്യാപകനായ രാജൻ കല്ലുരുട്ടിയുടെ ശിക്ഷണത്തിൽ വീട്ടമ്മമാരും വിദ്യാർത്ഥികളും അടക്കമുള്ള 12 അംഗ സംഘം മോഹിനിയാട്ടം പരിശീലിച്ചു തുടങ്ങുന്നത്. മനസ്സിലൊരാഗ്രഹം മോഹിനിയാട്ടം പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടി. നല്ല പ്രോത്സാഹനമായിരുന്നു. എല്ലാവരെയും വീടുകളിൽ നിന്ന് നല്ലൊരു പ്രോത്സാഹനമാണ്. പിന്നെ നാട്ടുകാരിൽ നിന്നും നല്ല പ്രോത്സാഹനം, പിന്നെ പ്രത്യേകിച്ച് മാഷിന്റെ പ്രോത്സാഹനമാണ്. ഇപ്പം ഈ പ്രായത്തിൽ പഠിക്കാൻ കഴിയുന്നുള്ളൊരു വിശ്വാസമില്ലായിരുന്നു. ചെറുപ്രായത്തിൽ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കുക എന്നുള്ളത്. വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇത് വന്നപ്പം പിന്നെ അതിലേക്ക് അങ്ങോട്ട് ചേരണം തോന്നി. പിന്നെ മാഷെടുത്തുനിന്ന് നല്ലൊരു പ്രോത്സാഹനമാണ് കിട്ടിയത്. ഇത് പിന്നെ ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നല്ല ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് മാഷെടുത്തുനിന്നുണ്ടായത്. ആഗ്രഹങ്ങൾക്ക് പ്രായം വെല്ലുവിളിയല്ലെന്ന് വിദ്യാർത്ഥിയായ ഐശ്വര്യയും പറയുന്നു. തന്നേക്കാൾ ഊർജ്ജസ്വലരായി വീട്ടമ്മമാർ നൃത്തം ചെയ്യുന്നതിൽ അത്ഭുതവുമുണ്ട്. അല്ല, ഞാനും വിചാരിച്ചത് അവർ കളിക്കൂല, അപ്പൊ എളുപ്പമാണല്ലോ, അവരുടെ കൂടെ വേഗം എത്താൻ പറ്റുന്നുള്ള. പക്ഷെ അവർ എന്നെക്കാളും സ്മാർട്ടാണ്. അവരാണല്ലോ ആദ്യം എല്ലാ സ്റ്റെപ്പും ഒക്കെ പഠിച്ച് ചെയ്യുക. അവര് സഹായിക്കുകയും ചെയ്യും, നല്ലോണം സഹായിക്കുകയും ചെയ്യും. അങ്ങനെ പ്രായത്തിൻ്റെന്നൊന്നുമില്ല, എല്ലാവരും നല്ല സ്മാർട്ടാണ്. അധ്യാപകനും പുതിയ അനുഭവമാണ്. ആദ്യമായിട്ടാണ് ഇത്രയും പ്രായമുള്ളവരെ നൃത്തം പഠിപ്പിക്കുന്നതെന്ന് അധ്യാപകൻ രാജൻ കല്ലുരുട്ടി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സീനിയർ ബാച്ചിനെ തയ്യാറാക്കിയെടുത്തത്. കാരണം വന്ന സമയത്ത് ഇവർ കളിക്കുകയോ ഒന്നും നമുക്കറിയില്ലായിരുന്നു. കാരണം നമ്മൾ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അവർക്ക് അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസ കുറവുണ്ടായിരുന്നു. പക്ഷേ അത് ശ്രമിച്ച് ഒരു 4-5 ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് മനസ്സിലായി ഇവർ കളിക്കും, അവർക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇപ്പം ഞങ്ങൾ 4 ഐറ്റം പഠിപ്പിച്ചു കഴിഞ്ഞു. മോഹിനിയാട്ടത്തിലെ കൃഷ്ണസ്തുതിയാണ് അരങ്ങിൽ അവതരിപ്പിക്കുന്നത്. അവസാനവട്ട പരിശീലനത്തിലാണ് ഈ പെൺകൂട്ടായ്മ. 24 കോഴിക്കോട്. സമാനമായ രീതിയിൽ ഒരുപാട് പേര് ഇങ്ങനെ ഡാൻസ് പഠിക്കുന്നുണ്ട്. പിന്നീട് അവർക്ക് ആദ്യം അവരുടെ എന്താ പറയുക ചെറിയ പ്രായത്തിലൊക്കെ പഠിക്കാൻ പറ്റാത്തവർ പിന്നീട് ഇതുപോലെ അരങ്ങിലെത്തുന്നത് കണ്ടിട്ട്. എൻ്റെ കസിൻ ഇതുപോലെ തന്നെ ഡാൻസ് പഠിച്ച് കസിനും മോളും ഒരുമിച്ച് അരങ്ങേറ്റം നടത്തി. അപ്പോൾ അവരെയും കൂടി ഞാൻ ഓർക്കുകയാണ്. ഈ നമ്മളന്ന് നമ്മുടെ ഇവിടുത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല, ഡാൻസ് പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മൾ ഈ ഒരു ഏജ് കഴിയുമ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുന്നത്. എങ്ങനെയാണ് കുറച്ച് സമയം എടുക്കൂല നമ്മളത്? അത് ഇപ്പം ഡാൻസ് ഇപ്പം ചെറിയ, അതായത് ഒരു ബിഫോർ 20s അല്ലെങ്കിൽ 30s ഒക്കെ ആണെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കറിയാമല്ലോ ബോഡി അതിനനുസരിച്ച് വഴങ്ങണമെന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അതിനനുസരിച്ച് ആ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് അത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ അവരെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.